ഈ ഭക്ഷണം കൊടുക്കാൻ എൻകറേജ് ചെയ്യണം. കാരണം ഇവർ വിശന്ന് റെസ്റ്റ് എടുക്കാൻ സ്ഥലമില്ലെങ്കിൽ മാത്രമേ ഇത് പോയി കടിക്കുള്ളൂ. നമ്മളിങ്ങനെ ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സ് പെരുകുന്ന സമയത്ത് കുട്ടികളുടെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് സ്കൂളിലും അംഗൻവാടിയിലും ഒക്കെ വിടുന്നതാണ്. അപ്പോൾ അത് ഈ കുട്ടികളുടെ നേരെയൊക്കെ കടിച്ചു കയറുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കാലം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ ഉള്ളിൽ ഒരു ഭയമായി തന്നെ ഉണ്ടാവാറുണ്ട്. ഈ നായകളുടെ എണ്ണം ഇവിടെ കുറയാണെങ്കിൽ ബാക്കി ഉണ്ടാവുന്ന നായകൾ കൂടുതൽ കരുത്തന്മാരായിരിക്കും. റിമൈനിങ് നമ്പേഴ്സ് അത് ഡേഞ്ചർ ആവാൻ വഴിയുണ്ട്. പിന്നെ പന്നി വരും, ഇപ്പം പുലിയും വരുന്നുണ്ട്. പിന്നെ ഇവിടെ മുനിസിപ്പാലിറ്റിക്ക് അത് വേണം എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പിലോട്ട് വരാനുള്ള ഒരു ഡ്രൈവ് കാണുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിഷമം. ചിലപ്പോൾ നമുക്ക് അവരോട് കൂടി സംസാരിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ വരുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കാര്യം അറിയാതെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. ചില മനുഷ്യർ നമുക്കിടയിലുണ്ട് എന്ന് കാണിക്കുന്നതിനായാണ് ഈ ഒരു എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. പ്രേക്ഷകർ അറിയേണ്ടുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് എനിക്കൊപ്പം ഉള്ളത്. ഹരിഗോവിന്ദൻ CP. നമസ്കാരം സർ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു വളരെ നികൃഷ്ടമായ കാര്യത്തിനൊക്കെ പറഞ്ഞ പുഴുത്ത പട്ടിയെ പോലെ അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് പണ്ട് മുതലേ. അപ്പോൾ അത്രയും ആളുകൾ വെറുക്കുന്ന അല്ലെങ്കിൽ അടുത്തു പോകാൻ പോലും മടിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഈ പട്ടികളെ ആ ഒരു രീതിയിൽ അസുഖം വന്ന് റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട. അപ്പോൾ അങ്ങനെയുള്ള പട്ടികൾക്ക് ഒരു രക്ഷകന്റെ റോള് ഏറ്റെടുത്തിട്ട് എത്ര വർഷമായി? കൃത്യമായിട്ട് ഏകദേശം ഒരു 38 വർഷമായി. 38 വർഷമായി. ഇതൊരു സേവനം എന്നുള്ള രീതിയിലാണ്, അല്ലാതെ ഒരു രൂപ കൈപ്പറ്റിക്കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല. സേവനം എന്നല്ല, ഇത് നമ്മുടെ കർത്തവ്യമാണെന്നാണ് പറയണത്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയണ റൈറ്റ്സ് പറയണത്. അതേപോലെ നമ്മൾ ചെയ്യേണ്ടത് അതിൽ പറയണത് യു ആർ സപ്പോസ് ടു പ്രൊട്ടക്ട് ദ നേച്ചർ ആൻഡ് ഓൾ എനിമൽസ്. പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഹരിസർ പയ്യന്നൂരിൽ തന്നെയുള്ള ആളാണ്. അദ്ദേഹം ഈ 38 വർഷമായി തെരുവ് പട്ടികൾക്ക് വേണ്ടി അസുഖം വന്നു കിടക്കുന്ന അല്ലെങ്കിൽ വാഹനം ഇടിച്ചൊക്കെ പരിക്കേറ്റ് കിടക്കുന്ന പട്ടികൾക്ക് ഒരു രക്ഷകൻ എന്ന രീതിയിൽ തന്നെ 38 വർഷമായി തൻ്റെ കർമ്മ മേഖല മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും അദ്ദേഹത്തിന് വലിയൊരു വരുമാനമൊന്നും ലഭിക്കുന്നില്ല. പക്ഷേ അങ്ങനെ വരുമാനമൊന്നും ഇല്ലാതെയൊക്കെ നമുക്ക് ഇനിയും കുറേ കാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇതിൻ്റെ ചിലവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയി കിടന്നിട്ടുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിന് ഏകദേശം 3,000-4,000 റുപ്പീസ് അതിനാവും. ആ പൈസ ഞാൻ ഡൊണേഷൻ വാങ്ങിക്കാറില്ല. എൻ്റെ വ്യക്തിപരമായ ഇതിൽ ഞാൻ വാങ്ങിക്കാറില്ല. അപ്പോൾ ഇത് ഇപ്പോൾ പയ്യന്നൂരിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റി എവിടെ വരുന്ന പ്രശ്നങ്ങൾ മുഴുവൻ എന്നെയാണ് വിളിക്കാറുള്ളത്. പക്ഷേ ഞാൻ അവർ വിളിക്കുമ്പം അവരുടെ അടുത്ത് എതിർത്ത് നിൽക്കില്ല. പക്ഷേ ആ ജീവിയോടുള്ള കഷ്ടപ്പെടുന്ന ജീവിയോടുള്ള ഒരു സഹതാപം കാരണം ഞാൻ അതിന് ഇറങ്ങി ചെല്ലും. അപ്പോൾ അതിന് വേണ്ടുന്ന ചിലവുകൾ എങ്ങനെയോ തനിയെ എവിടെ നിന്ന് വരും ഞാൻ എൻ്റെ വർക്കിൽ നിന്ന് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ മകനൊക്കെ സഹായിക്കും. ഇപ്പോഴും ഞാൻ അതിനൊരു നിങ്ങൾ ചോദിച്ച ഒരു വളരെ സ്പെസിഫിക് ആയിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ അതാണ്. ഞാൻ ശരണം എന്നത് ഈ അബാൻഡൻഡ് എലിമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ. ഞാൻ ഏകദേശം അതൊന്ന് ലോഞ്ച് ചെയ്യാൻ വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു ഷെൽട്ടറിനും ഇപ്പോഴുണ്ട്, എനിക്ക് ഒരു ടെമ്പററി ഷെൽട്ടർ ഉണ്ട്. സൗമ്യ പറയണ അവരുടെ സ്വന്തം പ്രൈവറ്റ് സ്ഥലത്ത് അവർ തന്നെയാണ് നോക്കുന്നത്. 25ഓളം നായ്ക്കൾ അവിടെ ഉണ്ട്. അത് പയ്യന്നൂരിൻ്റെ വിവിധ വാർഡുകളിൽ നിന്ന് കൊണ്ടുപോയതാണ്. അത് ഇതുവരുടെ സഹായം ചോദിച്ച് വിളിക്കുമ്പോൾ നമ്മൾ ചെന്നെത്തിയിട്ട് ഉപേക്ഷിക്കപ്പെടാൻ പറ്റില്ല. അതെ, താങ്കളുടെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് ഏറെക്കുറെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒരു ക്ഷേത്രത്തിലേക്കാണ് പോയത്. അതിനടുത്ത് ഒരു പട്ടി വളരെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. അതിനുശേഷം നമ്മൾ റോഡരികിൽ മറ്റൊരു പട്ടിയെയും കാണുന്നു. അങ്ങനെ രാവിലെ കാറും എടുത്ത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങളെ കാത്തു കിടക്കുന്ന 1-2 പേരൊക്കെ എപ്പോഴും ഉണ്ടല്ലേ? എല്ലാ ദിവസവും കാണും. ഒരുപക്ഷെ ഞാൻ എല്ലാ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല എന്ന് പറയാം. കാരണം എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു 5 ദിവസം മുമ്പേ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടാവും കേളത്ത്. പിന്നെ ഒരു ആൾക്കാരെ ഭ്രാന്തൻ നായ കടിച്ചു എന്ന് പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ വന്നു. പക്ഷെ അതിൻ്റെ വാസ്തവം അവിടെ ഹസീന എന്ന് പറയുന്ന അവിടുത്തെ കൗൺസിലർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നായ ഇങ്ങനെ കിടക്കുന്നുണ്ട് റോഡിൽ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് വളരെ വൈകിട്ടാണ് വിളിച്ചത്, രാത്രി.
അപ്പോൾ ഫോട്ടോ അയച്ചു തന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോഴെത്താൻ പറ്റില്ല, ഞാൻ നാളെ രാവിലെ എങ്ങനെയെങ്കിലും വരാൻ നോക്കാമോ. അപ്പോൾ അതിനിടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യമുണ്ട്, ഇത് അവിടെ എവിടെയെങ്കിലും സൈഡിൽ മാറ്റി കിടക്കുക. അപ്പോൾ ഇത് ഫാമിലിയാണ്, എല്ലാവരും പോലും ഡോഗ്സിനും ഒക്കെ അച്ഛൻ അമ്മ കുട്ടികൾ ആ ഇത് ഉണ്ട്. അപ്പം പ്രത്യേകിച്ചും ഈ തെരുവിൽ കഴിയുന്ന ഡോഗ്സ് ആണ് ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ളത് സ്ട്രേ ഡോഗ്സ് അല്ല, ഇത് കമ്മ്യൂണിറ്റി ഡോഗ്സ് ആണ്. അത് നമ്മുടെ സുപ്രീം കോടതിയുടെ ഇതിലും ഭരണഘടനയിലും പറഞ്ഞ കമ്മ്യൂണിറ്റി ഡോഗ്സ് എന്നാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ കണ്ടു, ഞാൻ പറഞ്ഞ പോലെ രാവിലെ നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയ സമയത്ത് ഈ അമ്മപ്പട്ടിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ശുശ്രൂഷിച്ചു, അമ്മപ്പട്ടിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചു കുട്ടി എവിടുന്ന് ഒരു അപ്പം എടുത്തു കൊണ്ടുവന്നിട്ട് ഈ കിടപ്പിലായി ഇതിന് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് എത്രയോ നേരം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ മൗനമായിട്ട് ദൂരെ നിന്നത് വീക്ഷിക്കുന്നതൊക്കെ ശരിക്കും ആരുടെയും കണ്ണിന് ഒരു നനവ് പടർത്തുന്ന അല്ലെങ്കിൽ കരളലിയിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ്. അവിടെ കിടന്ന നായയുടെ അടുത്ത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഇത് അവരുടെ ഫാമിലിയുണ്ട്, കമ്മ്യൂണിറ്റി ഡോഗ്, മറ്റുള്ള നായ്ക്കൾ വരുമ്പോൾ നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്, ഇതിന്റെ അടുത്തും ആവശ്യമില്ലാതെ പോകരുത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് അത് കടിക്കുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അടുത്ത ദിവസം കുറച്ച് ആൾക്കാർ ഈ 2 നായ്ക്കൾ ഇവരെ കൂട്ടത്തിൽ അവനെ ഓടിച്ചിട്ട് പോകുമ്പോൾ മുമ്പ് വരുന്ന 2 പേര് അത് പോയി കടിച്ചു. അതിനെയാണ് പേ ഇളകി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വരുന്നത്. അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്താൽ ഇത് കടിക്കും. അത് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അതിന് പേ ഉണ്ടെന്ന് നമ്മൾ ആരും അല്ല ഇതിന് പേ ഉണ്ടെന്ന് ഫൈനലൈസ് ചെയ്യാം. അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ വെച്ച് നോക്കി മരിക്കുന്നുണ്ടോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേ ആവണോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേ ഇളകി നായ എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റ് മാറും. അതേസമയത്ത് പേ ഇല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. അപ്പം നമ്മൾ പേ എന്ന് പറഞ്ഞിട്ട് ആരും അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, അത് കൺഫേം ചെയ്യണം. അതുകൊണ്ടാണ് പറയണത് പേ ഇളകിനെ പിടിച്ചിട്ട് ക്വാറന്റൈനിൽ വെച്ചിട്ട് നോക്കണം, തല്ലി കൊല്ലരുത് എന്ന് പറയാനുള്ള കാരണം സയൻറ്റിഫിക്കാണ്. അതെ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമുക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ മറ്റു ജോലികളും ചെയ്യണം, നമുക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. പക്ഷെ അതിൻ്റെ ആ ഒരു സമയം മുഴുവനാണ് രാവിലെ തന്നെ ഇവരുടെ പിറകെ പോകുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു ജീവിതത്തിലെ ഒരു വെല്ലുവിളി എന്താണ് എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും അതിനൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ സമൂഹം ഇതുവരെയും ഇത് നായ്ക്കൾ എന്താണ്, അതിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് ആർക്കും ഒന്നും ഇതുവരെ ഒരു ബോധമില്ല. ശരിയാണ്. കല്ലെടുത്ത് എറിയേണ്ടതാണ്, അല്ലെങ്കിൽ അത് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഇത് രണ്ടും സംഭവിക്കില്ല. കാരണം അതും ഇവിടെ ഉണ്ടാവാൻ പോകുന്നതാണ്, നമ്മുടെ എല്ലാ ലിസ്റ്റിൽ പെട്ടതാണ്. ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആവും. കാരണം പക്ഷേ പലരുടെയും ഒരു സംശയമുള്ളത്, നാട്ടുകാർക്കുള്ള ഒരു പേടിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സ് പെരുകുന്ന സമയത്ത് കുട്ടികളുടെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് സ്കൂളിലും അംഗൻവാടിയിലും ഒക്കെ വിടുന്നതാണ്. അപ്പൊ അത് ഈ കുട്ടികളുടെ നേരെയൊക്കെ കടിച്ചു കീറുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കാലം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ ഉള്ളിൽ ഒരു ഭയമായി തന്നെ ഉണ്ടാവാറുണ്ട്. അത് ഞാൻ ഇവിടെ തന്നെ അതിനനുസരിച്ച് നമ്മളുടെ അനിമൽ വെൽഫെയർ ബോർഡിന്റെ ABC ഗൈഡ് ലൈൻ വളരെ വ്യക്തമാണ്. സുപ്രീം കോടതിന്റെ ജഡ്ജ്മെന്റ് വളരെ കൃത്യമാണ്. അതായത് ഇതിന്റെ ഒക്കെ കസ്റ്റോഡിയൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഈ ഡോഗ്സില് സ്ട്രീറ്റ് ഡോഗ്സ് ആയാലും ശരി, ഏത് സ്ട്രേ അനിമൽസിൻ്റെയും തദ്ദേശ സ്വയംഭരണം അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഷെൽട്ടർ ഉണ്ടാക്കണം, നിങ്ങൾ ABC ചെയ്യണം, അത് നടപ്പിൽ വരുത്തണം എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. സുപ്രീം കോടതി പറയുന്നത് അത് തന്നെയാണ്. അപ്പോഴെന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ കുറയുന്ന സമയത്ത് തനിയെ അത് വന്ധ്യംകരണം ചെയ്തിട്ട് നമ്മളിപ്പോൾ ഞാൻ ചെയ്യണുണ്ട്. പ്രസവിക്കാതിരിക്കാതെ ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിൽ എൻ്റെ ലൊക്കാലിറ്റിയിൽ കുറവാണ്, അങ്ങനെയില്ല. അപ്പം ഗവൺമെന്റ് വലിയൊരു തുക ചെലവുണ്ട് ശരിക്കും അല്ലേ? ചെലവുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഫണ്ട് മാറ്റി വെച്ച പണം എന്തിനാ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്നും അറിയേണ്ടത്. ഇത്രയും വലിയൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഈ നായ കടിക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനൊരു ഫണ്ട് കണ്ടെത്തണ്ടേ? ആ കണ്ടെത്തിയ ഫണ്ട് അതിനു വേണ്ടി വിനിയോഗിക്കണ്ടേ? അതെന്തുകൊണ്ട് ആരും ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം, ഇപ്പോഴും ചോദിക്കണം. വക മാറ്റി ചെലവഴിക്കുന്നുണ്ടാവാം, ഇല്ലെങ്കിൽ അത് കാണുന്നില്ല. ഞാൻ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ 2 എണ്ണത്തിന് അതിനെ ശുശ്രൂഷിക്കാൻ ഞാൻ ഇന്ന് കണ്ണൂരേക്ക് അതിനെ ഹോസ്പിറ്റലിലേക്ക് അയക്കണമെങ്കിൽ ആ ഫണ്ട് പൈസ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോവുക. ഇത്തരത്തില് നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഷെൽട്ടറുകൾ, ഈ പട്ടികളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഷെൽട്ടറുകൾ ഒരുക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ പയ്യന്നൂരിലായിക്കോട്ടെ അല്ലെങ്കിൽ കണ്ണൂരിലായിക്കോട്ടെ ഉണ്ടോ?
അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ ഈ ട്രസ്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞു. ഞാൻ കുറച്ച് ലൈക്ക് മൈൻഡഡ് ആൾക്കാരും ഉണ്ട്. ഡോക്ടർ VC രവീന്ദ്രൻ പോലുള്ള ആൾക്കാർ ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മുനിസിപ്പാലിറ്റിക്ക് അത് വേണം എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പിലോട്ട് വരാനുള്ള ഒരു ഡ്രൈവ് കാണുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിഷമം. ചിലപ്പോൾ നമുക്ക് അവരോട് കൂടി സംസാരിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ വരുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കാര്യം അറിയാതെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല അത്. പിന്നെ ഒരു പോയിന്റ് കൂടി ഇവിടെ ഉണ്ട്. അതായത് ഈ നായകൾക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ട് അത് പ്രസവിക്കുമെന്നില്ല. നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് പ്രസവിക്കുന്നത് എന്ന് പറയുന്ന വെറ്റിനറി ഡോക്ടർ പോലും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഭക്ഷണം കൊടുക്കാൻ എൻകറേജ് ചെയ്യണം. കാരണം ഇവര് വിശന്ന് റെസ്റ്റ് എടുക്കാൻ സ്ഥലമില്ലെങ്കിൽ മാത്രമേ ഇത് പോയി കടിക്കുള്ളൂ. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത് എൻകറേജ് ചെയ്യണം. ശരിക്കും ഫീഡിങ് ക്ലബ്ബ് ഉണ്ടാക്കണം. പല സ്ഥലത്തുണ്ട്. അവർ മുറ്റത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഭക്ഷണം കൊടുക്കുക, അത് കഴിച്ചിട്ട് പോകും. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ രാവിലെ വരും, 5:30 മണിക്ക് അവിടെ വന്ന് ക്യൂ നിൽക്കും. ഗേറ്റിൻ്റെ അകത്ത് അത് ഭക്ഷണം കഴിക്കും. എല്ലാവരും ഡിസ്പേഴ്സ് ആവും. വൈകിട്ട് അവർ വരും. 3 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. ദിവസം രാവിലെയും വൈകുന്നേരം വന്ന് പോകുന്നത്. അതെ. അപ്പോൾ വർഷങ്ങളായിട്ട് താങ്കൾ ഇപ്പോൾ പയ്യന്നൂരിലൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ എനിക്ക് എസ്കോർട്ട് എവിടെ പോയാലും ഉണ്ടാവും. ഞാൻ അതിന്റെ പിന്നാലെ പോകണ്ട. അവർ ഐഡന്റിഫൈ ചെയ്യും. അത് അവരുടെ കഴിവാണ്. ഇങ്ങനെ നമ്മൾ പലപ്പോഴും ശുശ്രൂഷിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തത് കൊണ്ടുള്ള സ്നേഹമായിരിക്കാം. ആയിരിക്കാം. കാരണം അവർക്ക് ഇയാൾ എന്നെ ഉപദ്രവിക്കില്ല എന്നുള്ള മാത്രം ബോധം മതി അതിന്. പക്ഷെ എന്നെ എന്തോ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഇതാണെങ്കിൽ മാത്രമാണ് അവരുടെ അടുത്ത് മുറുമുറുത്തിട്ട് പോകുന്നത്. അതേപോലെ ഈ ബൈക്കിലൊക്കെ പിന്നാലെ ഓടുന്നവരും ബൈക്കിൽ വേസ്റ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയാൻ പോയിട്ടുണ്ടെങ്കിൽ ആ വേസ്റ്റിന്റെ മണം പിടിച്ചിട്ട് അവർ പിന്നാലെ പോയിട്ടുണ്ടാവും. അത് ഒരു തവണ പോയാൽ മതി. പിന്നെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം ഇവിടെ വീടുകൾ വളർത്തി കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കുന്നത്. അത് മുനിസിപ്പാലിറ്റി രജിസ്ട്രേഷൻ ചെയ്യണം. ബ്രീഡേഴ്സ് ആരൊക്കെയാണെന്ന് അറിയണം. ഈ ബ്രീഡേഴ്സ് എവിടെയാണ് കൊണ്ട് വെക്കണതെന്ന് അറിയണം. ഇതിന് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്നറിയണം. അതാണ് പ്രൈമറി. ഈ എൻ്റെ വീട്ടിലിപ്പം 4 പേരുണ്ട്. അത് ഞാൻ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവച്ചതാണ്. അത് വളരെ ചെറിയ ടൈപ്പ് മുതൽ ലാബ് 5 പേര്. അപ്പോൾ അത് വരുന്ന സമയത്ത് ഇവർക്ക് സ്ട്രീറ്റിൽ ജീവിക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഒറിജിനൽ നാടൻ നായ്ക്കൾ രൂപവും ഭാവവും മാറി. കാരണം ഇവിടെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഇമ്പോർട്ട് ചെയ്ത നായ്ക്കളെ കുറച്ച് നാൾ കഴിഞ്ഞ് എന്തെങ്കിലും അസുഖം എന്ന് പറയുമ്പോൾ അതിനെ പുറത്തേക്ക് വിടും. ഇത് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെയ്റ്റ് ചെയ്യുന്നത് നാടനിലായിരുന്നു. ഇവരുടെ സ്വഭാവം മാറുന്നുണ്ട്, അവരുടെ കാഴ്ചയിൽ അവരുടെ ലുക്ക് മാറുന്നുണ്ട്, സൈസിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇവരെ കണ്ടുപിടിക്കുക. അതിന് നല്ല നിയമവശമുണ്ട്. ഇവരൊക്കെ ഒരു ജയിലിൽ കിടക്കേണ്ട വകുപ്പൊക്കെ ഉണ്ട്. പോറ്റിയിട്ട് വിടുന്ന ആൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആരെ വിട്ടതെന്നൊന്ന് എനിക്ക് കാണിച്ചു തന്നാലേ ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇപ്പോഴും പറയണം, ആരെങ്കിലും കൊണ്ടുപോയി സ്ട്രീറ്റിൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, ഏത് വ്യക്തിയാണ് ഒഴിവാക്കിയിരിക്കുന്നത് എനിക്ക് തെളിവ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. തെരുവ് നായ്ക്കളല്ല കൂടുതലായിട്ടും ആളുകളെ അറ്റാക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വീടുകളിൽ നിന്ന് പരിലാളനെയൊക്കെ കിട്ടി പെട്ടെന്ന് തെരുവിലാക്കപ്പെടുന്ന, ഉറ്റവരെ ഒന്നും കാണാതിരിക്കുന്ന ഡോഗ്സ് ആണ് ഇങ്ങനെ കുറച്ച്. തീർച്ചയായിട്ടും അതിലെ വേറൊരു വിഷയം കൂടി ഉണ്ട്. ഇപ്പോൾ എല്ലാ ഫുഡും പന്നി ഫാം എന്ന് പറഞ്ഞിട്ട് കയറ്റി അയക്കാണ്. ഇവർക്ക് എവിടെയും ഭക്ഷണമില്ല. വീടുകളിൽ നിന്ന് ഓടിക്കണം. ഇവരെ എല്ലാവരും ഓടിച്ചുകൊണ്ടേയിരിക്കണം. ഇതെവിടെ പോകും? എവിടെ പോയാലും ഭക്ഷണം കിട്ടും. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഓടിക്കും, അങ്ങോട്ട് വരും. നിങ്ങൾ ഓടിക്കും, അതിൻ്റെ അവിടുത്തെ പോകും, നെക്സ്റ്റ് ഓടിച്ചിട്ട് അങ്ങോട്ട് പോകും, ഓടിക്കൊണ്ടേയിരിക്കും, ഭക്ഷണമില്ല. ആ സമയത്ത് ഈ പുറത്തുള്ള നായ്ക്കളും കൂടി ഇവിടെ വരുമ്പം ഓൾറെഡി ഫുഡില്ല. അപ്പം ഇതിൻ്റെ മുകളിൽ വഴക്കും കടിപിടി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് പോകുന്നത്? പിന്നെ നമ്മൾ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ഡോഗുകൾ ആയതുകൊണ്ട് തന്നെ അതിനിടയിൽ മറ്റൊരു ഡോഗിനെ സമ്മതിക്കില്ല. അത് വരുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ വേറെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ, ഈ നായകളുടെ എണ്ണം ഇവിടെ കുറയാണെങ്കിൽ ബാക്കി ഉണ്ടാവുന്ന നായകൾ കൂടുതൽ കരുത്തന്മാർ, റിമൈനിങ് നമ്പേഴ്സ്, അത് ഡേഞ്ചർ ആവാൻ വഴിയുണ്ട്. പിന്നെ പന്നി വരും, ഇപ്പം പുലിയും വരുന്നുണ്ട്. കാരണം ഇതുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു വാർണിംഗ് തരും. ആ എക്കോളജിക്കൽ ബാലൻസിങ് ഇവരും കൂടി ഉണ്ടാവുമ്പോഴേ അത് നടക്കുള്ളൂ. ഇവരെ ഉന്മൂലനം ചെയ്തിട്ട് ഇവിടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ. അതെ, മനുഷ്യരുടെ ഒരു സ്വാർത്ഥതയനുസരിച്ച് നമ്മളെ കടിക്കും. അതുകൊണ്ട് തെരുവ് നായ്ക്കൾ ഇല്ലാതാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെ പുലിപ്പേടിയിലടക്കം ആ ഒരു ജാഗ്രതയിലടക്കം നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ കഴിയേണ്ടി വരും തന്നെയാണ് ഹരിയേട്ടൻ പറയുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ പോയി ഒരു 2000 രൂപയുടെ ചെരുപ്പ് കടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കമ്മ്യൂണിറ്റിയും എല്ലാവരും കൂടി പിന്നെ എന്താ പറയുക വലിയൊരു സംഭവമാക്കുന്ന നാടാണിപ്പോൾ.
2000 രൂപയുടെ ഒരു ചെരുപ്പ് പോയി എന്നല്ല അത് കാണുന്നത്. അത് കടിക്കും, അത് കുട്ടിയായിരിക്കും, ഒരു നായ്ക്കുട്ടിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഗേറ്റ് വെച്ചിട്ട് പോരെ, ഗേറ്റ് വെച്ച് അടച്ചാൽ പോരെ. അല്ലെങ്കിൽ എല്ലാ വീട്ടിലും എന്തുകൊണ്ട് കയറുന്നില്ല? നമ്മൾ ചോദിക്കുന്ന ചോദ്യം അതേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാവരുടെ പിന്നാലെ എന്തെപ്പോഴും പോവാ? അല്ല, അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ എപ്പോഴും പറയുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളായിരിക്കും പ്രയോറിറ്റി കൂടുതൽ. ആയിക്കോട്ടെ, പക്ഷെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരോ അവരുടെ അടുത്ത് എന്തിനാണ് പരിഭവം? ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്യുന്ന കാര്യം? ഒരിക്കലും ഇല്ല. അത് ഞാൻ നേരത്തെ അടുത്ത് നിന്ന് കണ്ടതുകൊണ്ട് എനിക്കറിയാം. ഒരു പട്ടിക്കൊക്കെ വലിയൊരു വൂണ്ടുണ്ട്, അത് പഴുത്ത് നിൽക്കുന്ന മുറിവുണ്ട്. ഇപ്പൊ എന്റെ മേലെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം, ഞാൻ ഈ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ശല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ബേസിലാണ് ഞാൻ ചെയ്യുന്നത്? നിയമപ്രകാരം എനിക്ക് അനുവദിച്ചിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ന്യൂസൻസ് അല്ല. തീർച്ചയായിട്ടും അല്ല. അത് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്, നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞ അത് മാത്രമേ ഞാൻ ചെയ്യുന്നു. പ്രോഗ്രാമുകളൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ബോധവൽക്കരണം നൽകുന്നതാകട്ടെ. താങ്കൾക്ക് അധികൃതരിൽ നിന്നും ലഭിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ വരുന്നതാകട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. നമ്മോട് സംസാരിച്ചതിനും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിനൊക്കെ ഒരുപാട് നന്ദി. താങ്ക് യു. കാരണം ഈ മെസ്സേജ് എത്തേണ്ടടുത്ത് എത്തും എന്നുള്ളൊരു ബോധം ഉണ്ട്. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വഴിയും. വഴക്കല്ല, നമ്മൾ ബോധവൽക്കരണമാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.